ഇന്ന് നമ്മൾ ക്വിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടെയ്നറിൽ വെച്ചിരിക്കുന്നത് ചിക്കൻ്റെ പീസുകളാണ്. ഇത് നമ്മുടെ ബ്ലാക്ക് ഗോസ് നൈഫ് ഫിഷിന് ഫീഡ് ചെയ്യാനായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ വാങ്ങിയ സമയത്ത് സ്ട്രിപ്പുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ കണ്ടെയ്നറുകളിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചേക്കായിരുന്നു. അതിൽ നിന്ന് നമ്മളിപ്പോൾ എടുത്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതാണ് ഈ വെള്ളത്തിനകത്ത് കിടക്കുന്നത്. അത് നമ്മൾ നോർമൽ ടെമ്പറേച്ചർ ആയതിനു ശേഷമാണ് നമ്മൾ ബ്ലാക്ക് ഗോസ് നൈഫ് ഫിഷുകൾക്ക് ഫീഡ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ബ്ലാക്ക് ഗോസ് നൈഫ് ഫിഷുകളെ ഈ ചിക്കൻ പീസുകൾ ഫീഡ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. അത് കാണാനായിട്ട് അടുത്ത വീഡിയോ കാണാം. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഫ്രീസറിലൊക്കെ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. മുമ്പ് നമ്മൾ ഈ ബ്ലാക്ക് ഗോസ് നൈഫ് ഫിഷുകൾ ഫീഡ് ചെയ്തിരുന്ന മണ്ണിരകളായിരുന്നു. ഇപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞതുകൊണ്ട് മണ്ണിരകൾ നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ചിക്കനും അതുപോലെ തന്നെ പ്രോൺസും ആണ്, അതായത് ചെമ്മീൻ. ചില സമയത്ത് നമ്മൾ ചെമ്മീനായിരിക്കും വാങ്ങി ഇതുപോലെ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത്, അല്ലാത്ത സമയത്ത് ചിക്കനായിരിക്കും. ഈ കാണുന്ന ചെറിയ കണ്ടെയ്നർ കണ്ടില്ലേ, ഇതിനകത്താണ് നമ്മൾ ചിക്കൻ ചെറിയ പീസുകളായിട്ട്, അതായത് സ്ട്രിപ്പുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിനകത്താണ് സൂക്ഷിക്കുന്നത്. ഇതുപോലെ നമ്മൾ 3-4 കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചിട്ട് നമ്മുടെ ഫ്രീസറിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. എപ്പോഴാണോ നമുക്ക് മീനുകൾക്ക് ഫീഡ് ചെയ്യേണ്ടത് ആ സമയത്ത് നമ്മൾ ഈ ഫ്രീസറിൽ നിന്ന് ഈ ഒരു കണ്ടെയ്നർ പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു സിസർ ഉപയോഗിച്ചിട്ട്, ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് വേണ്ട പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു വെള്ളം നിറച്ച കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡീഫ്രീസ് ആവാതെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് റൂം ടെമ്പറേച്ചറിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കാരണം റൂം ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടാമിനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഈ മീറ്റിനകത്തേക്ക് കയറാനും അത് ഇൻഫെക്റ്റഡ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ ഫ്രീസറിലേക്ക് തന്നെ വെക്കണം. പിന്നെ ഫ്രീസറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഫ്രിഡ്ജുകളുടെ ആ ഒരു ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -18 ആണ്. -18 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫ്രീസറുകളുടെ ഒരു ടെമ്പറേച്ചറാണ്. അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫ്രീസർ ആണ് എന്നുണ്ടെങ്കിൽ, അത് -18 പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫ്രീസർ ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഈ ചിക്കൻ പ്രോൺസ് ഒക്കെ 1 മാസത്തോളം കേടാവാതെ ഇരിക്കാനായിട്ട്, അത് കേടാവാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കറണ്ടൊക്കെ പോകുന്ന സമയത്താണ്. കുറേ നേരമൊക്കെ ഫ്രീസർ ഓഫായി കിടക്കുന്ന സമയത്തൊക്കെയാണ് നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടത്. അതായത് ടെമ്പറേച്ചറിൽ വലിയ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ മീറ്റ് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. മഴക്കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ നേരമൊക്കെ കറണ്ട് പോകാറുണ്ട്. രാവിലെ പോയാൽ വൈകിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അത്തരം സാഹചര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ 18 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ഫ്രീസർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മാസമൊക്കെ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സാധനം പുറത്തേക്ക് എടുക്കുക, കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ച് ഫ്രീസറിലേക്ക് തന്നെ വെക്കുക. കട്ട് ചെയ്തെടുത്ത പീസുകൾ ഇതേപോലെ വെള്ളത്തിലിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് വരുത്തിയതിന് ശേഷം മാത്രം മീനുകൾക്ക് ഫീഡ് ചെയ്യുക. ചിക്കനേക്കാളും ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ചെമ്മീനാണ്. കാരണം അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ചെമ്മീൻ കിട്ടാത്ത സാഹചര്യങ്ങളിൽ ചിക്കൻ യൂസ് ചെയ്യാം.